നാണിക്കുട്ടി, നാണിക്കുട്ടി. ആരാ അത്? ഓ, എന്താ കുഞ്ഞെ? നാണിക്കുട്ടി എന്ന് വിളിക്കൂ, ഒരു കാര്യം പറയാനാ. അവിടുന്ന് ഇപ്പോ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികനാ. ഈ സമയത്ത് നാണിക്കുട്ടിയെ... അമ്മേ, അങ്ങ് പോയാട്ടെ. നിന്നെ ഒന്ന് കാണണമെന്ന് മോഹമുണ്ടായി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടാവാത്ത മോഹം ഈ പാതിരാത്രിയിൽ ഉണ്ടാവാൻ കാരണം എന്താ അങ്ങുന്നേ? എന്നെ പുത്തൂർ തറവാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനാണോ വന്നത്? നീ വിളക്കടച്ചിട്ടു. അങ്ങുന്നിന്റെ രോഗം എനിക്ക് മനസ്സിലായി. പക്ഷെങ്കിൽ മരുന്ന് തരാൻ എനിക്ക് വയ്യ. അങ്ങുന്ന് വേറെ ആളിനെ നോക്കിയാട്ടെ. കൃഷ്ണപ്പരുന്തിനെ പേടിച്ചാണോ? കൃഷ്ണപ്പരുന്ത് ശരീരത്തില് കൊത്തു, ചങ്ക് വെട്ടി നുറുക്കില്ലല്ലോ. നാടറിയ എനിക്കൊരു മുണ്ട് തരാമോ? ഇവിടെ ഒരു ചരട് കെട്ടാൻ പറ്റുമോ? എങ്കിൽ ഈ ശരീരം അവിടത്തേക്ക് വിട്ടുതരാം, എന്നേക്കുമായി. മീനാക്ഷിയെ കൊണ്ടൊന്ന് എണീര്. ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. നിങ്ങൾ ഉറങ്ങത്തുമില്ല, മനുഷ്യൻ ഉറക്കത്തുമില്ല. പാതിര കഴിഞ്ഞപ്പോ കഞ്ചാവ് തലയ്ക്ക്. തമ്പിങ്ങനെ അയ്യോ, അങ്ങനെ അരുതേ. ഞാൻ അശുദ്ധമായിട്ടിരിക്കുക. എനിക്കൊന്ന് മൂന്നാ. അയ്യോ, കഥ തുറന്നു കിടക്കുക. അയ്യോ, എത്ര നാളത്തെ കുടിശ്ശികയാ തീർത്താട്ട തമ്പി. അങ്ങനെ ഭഗവാനെ, എന്റെ വ്രതം തെറ്റി. മാപ്പ്. മാപ്പ്? എന്റെ നടുവടിച്ചു ഗരുഡ ഭഗവാനോട് മാപ്പ് പറയുന്നു. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനിയും ഗരുഡ സേവി മന്ത്രം ഒന്നും നടത്തില്ലേ, അപകടമാണ്. കുമാര, എന്റെ കുമാര, ദൈവതുല്യനായ പപ്പുമ്മ എന്നെ കൈവിട്ടു. ആരാത്? ലക്ഷ്മിക്കുട്ടി. ഇത്തവണ കൃഷ്ണപ്പരന്തിനെ കൊണ്ട് എന്നെ തുരത്താൻ പറ്റില്ല കുമാരേട്ടാ. കുമാരേട്ടന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടില്ലേ? നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്നെ ഉപദ്രവിക്കണോ? ഉപദ്രവിക്കാനല്ല, കുമാരേട്ടന്റെ കൂടെ താമസിക്കാൻ വന്നതാ. പകലൊക്കെ ഞാൻ ഈ പരിസരത്ത് അദൃശ്യമായി കഴിഞ്ഞോളാം. കുമാരേട്ടനല്ലാതെ ആർക്കും എന്നെ കാണാൻ പറ്റില്ല. എന്റെ ശബ്ദവും മറ്റാരും കേൾക്കില്ല. അതിനെന്താ, തൽക്കാലം വഴിമാറും. ഞാനൊന്ന് കുളിക്കട്ടെ. ആ മന്ത്രവാദിയുടെ സൂത്രം എന്നോടോ? കുളിക്കാൻ സമ്മതിക്കണമെങ്കിൽ സത്യം ചെയ്യണം. സത്യം ചെയ്യണം? ആ അതെ, മരണം വരെ എന്നെ പിരിയുകയില്ലെന്ന് 3 തവണ സത്യം ചെയ്യണം. അതുവരെ അശുദ്ധം മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കുളിച്ചോളാം, നീ നിന്റെ പാട് നോക്ക്.
വിട്ടേക്കാം. കരയ്ക്ക്. ശരി, സത്യം ചെയ്യൂ. ഗരുഡ ഭഗവാനാണ് മരണം വരെ നിന്നെ പിരിയുകയില്ലെന്ന് സത്യം ചെയ്യൂ. 3 തവണ. ഗരുഡ ഭഗവാനാണ് എന്റെ മരണം വരെ നിന്നെ പിരികയില്ല. സത്യം, സത്യം, സത്യം. വീട്ടിൽ കയറി താമസം ആരംഭിച്ചോ? ചുണ്ടി എടുക്കാതെ ഈറ മാറ്റൂ കുമാരേട്ടാ. ഉടപ്പറന്നോളെ, വിഷബാധയേറ്റൊരു പെണ്ണിനെ കൊണ്ടുവരും. 5 തല നാഗമാ കടിച്ചിരിക്കുന്നു. എന്റെ മോളെ, അങ്ങനെ അമ്മച്ചി, രക്ഷയില്ലെന്ന് പപ്പു പറഞ്ഞു. കണ്ടില്ലേ,
മുറ്റമെല്ലാം ആരോ തൂത്തിട്ട് പോയിരിക്കുന്നത്. അത് കുഞ്ഞിച്ചിരുതായിരിക്കും. അതല്ലേ അതിശയം. കുഞ്ഞിച്ചിരുത ഇപ്പൊ വന്നതേ ഉള്ളൂ.